ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്യ കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധം അധ്യായം 9 ഭീഷ്മദേവന്റെ വിയോഗം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 48 നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്ലോകം 48. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. അതായത് അനന്തരം തന്റെ രാജധാനിയായ ഹസ്തിനപുരത്തേക്ക് മഹാരാജാവ് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം യാത്രയാവുകയും അവിടെ തന്റെ വലിയച്ഛനെയും തപസ്വിനിയായ വലിയമ്മ ഗാന്ധാരിയെയും അദ്ദേഹം സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഈ സിറ്റുവേഷൻ എപ്പോഴാന്ന് ചോദിച്ചാല് കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞു. ഭീഷ്മ പിതാമഹനെ വളരെയധികം സന്തോഷപരമായിട്ട് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം നടത്താനുള്ള എല്ലാ സജ്ജീകരണവും ഭഗവാൻ ചെയ്യുകയുണ്ടായി. കാരണം ഭഗവാന്റെ പരമഭക്തനാണ് ഭീഷ്മ പിതാമഹൻ. ഭീഷ്മ പിതാമഹന് യഥാർത്ഥത്തില് വരം കിട്ടിയിട്ടുണ്ട്, സ്വച്ഛന്ത മൃത്യു. എപ്പോഴാണോ സ്വയം ഇച്ഛിക്കുന്നത് അന്നേരം മരിച്ചാൽ മതി എന്നൊരു വരം കിട്ടിയിട്ടുണ്ട്. അതിൻ പ്രകാരം ഉത്തരായനം വരാൻ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ ഉത്തരായനം വരാൻ കാത്തിരുന്നു ഭീഷ്മ പിതാമഹൻ ദേഹവിയോഗത്തിനായി എന്ന് പറയുന്നുണ്ട്. അവിടെ പർപ്പട്ടിലെ ശ്രീല പ്രഭുപാദ പറയുന്നു, ഉത്തരായനം എന്ന് പറയുന്നത് 2 അർത്ഥത്തിലാവാം എന്നാണ്. ഒന്നാമത്തെ അർത്ഥം നമ്മൾ സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് ഗമിക്കുന്നു, ആ ഉത്തരായനം വരാനായിട്ട് സൂര്യന്റെ സഞ്ചാര ക്രമം, അതിന്റെ ഉത്തരായണം, കാലക്കടന അതനുസരിച്ച് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ആരാണോ ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കയറിയത് ആ ആളിന്റെ വരവിനായി കാത്തിരുന്നു. ഉത്തരായനൻ എന്നുള്ള അർത്ഥം ഭഗവാനുണ്ട്. അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഭഗവാന് പറയുന്നുണ്ട്. അപ്പൊ ഉത്തരയ്ക്ക് ശരിക്കും ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമാണ്. കാരണം ഗർഭത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട്. അപ്പോ ഉത്തരായനൻ വരാൻ കാത്തിരുന്നു എന്നുള്ള അർത്ഥത്തിലും ഭീഷ്മ പിതാമഹൻ വെയിറ്റ് ചെയ്തു. അത് മനസ്സിലാക്കിയ ഭഗവാൻ പഞ്ചപാണ്ഡവരെ എല്ലായ്പ്പോഴും നന്മയുടെ പ്രതീകമായിട്ട് മനസ്സിലാക്കിയിരുന്ന ഭീഷ്മ പിതാമഹൻ എല്ലായ്പ്പോഴും അവരുടെ വിജയത്തെയാണ് ആഗ്രഹിച്ചത്. അവര് രാജകീയ പ്രൗഢിയോടുകൂടി രാജ്യം ഭരിക്കുന്നത് കാണാൻ അങ്ങേറ്റം ആഗ്രഹിച്ചിരുന്ന ആളാണ് ഭീഷ്മ പിതാമഹൻ. അതുകൊണ്ട് തന്നെ ഭീഷ്മ പിതാമഹന്റെ മുന്നിൽ അവരെ രാജകീയ പ്രൗഢിയോടുകൂടി പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഭഗവാന് മനസ്സിലായിരുന്നു. അങ്ങനെ യുദ്ധം എല്ലാം കഴിഞ്ഞു. രാജ്യഭരണം യുധിഷ്ഠിര മഹാരാജാവിനെ ഏൽപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാൻ പറയുകയുണ്ടായി, എല്ലാവരും രാജകീയ ആഭരണങ്ങൾ അണിഞ്ഞു വേണം ഭീഷ്മ പിതാമഹനെ സന്ധിക്കാൻ, അല്ലെങ്കിൽ പോയി ദർശനം എടുക്കാനെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഭഗവാൻ പറയുന്നുണ്ട്, ഭീഷ്മ പിതാമഹനിൽ നിന്ന് എങ്ങനെ രാജ്യതന്ത്രം മനസ്സിലാക്കണം, അല്ലെങ്കിൽ രാജ്യഭരണം എങ്ങനെ നടത്തണം, പ്രജാക്ഷേമ തൽപരനായിട്ട് എപ്രകാരം പ്രവർത്തിക്കണം എന്നുള്ളതിനെ പറ്റി ഭീഷ്മ പിതാമഹനിൽ നിന്ന് ചോദിച്ചറിയണം എന്നും യുധിഷ്ഠിര മഹാരാജാവിനെ ചട്ടം കിട്ടിയിരുന്നു. അപ്രകാരം അവരെല്ലാവരും രാജകീയ പ്രൗഢിയോടുകൂടി സേനാ സന്നാഹങ്ങളോടുകൂടി ഭഗവാൻ സമേതം അവര് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോവുകയും എല്ലാവരും പ്രണാമങ്ങൾ അർപ്പിക്കുകയും ഭീഷ്മ പിതാമഹൻ രക്തം വാർന്ന് ഏറ്റവും അവശ്യ നിലയിൽ ആയിരിക്കുന്ന സമയത്ത് പോലും
ഈ ഭഗവാനും പഞ്ചപാണ്ഡവരും ഇങ്ങനെ ആഭരണഭൂഷിതരായി വരുന്ന കണ്ടപ്പോ വളരെയധികം സന്തോഷം ആ മുഖത്ത് ദർശിക്കാനായി. മാത്രമല്ല ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് എല്ലാവർക്കും പ്രണാമങ്ങൾ അർപ്പിക്കുകയും കൊച്ചു മക്കളെ, പേരക്കിടാങ്ങളെ തന്നോട് ചേർത്ത് നിൽക്കുന്ന വിധത്തിൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, സാധാരണ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു പല്ലുവേദന വന്നാല് സാധാരണ മനുഷ്യരായ നമ്മൾ എത്രത്തോളം കഠിനമായ ആ വേദന മുഖത്ത് കാണിക്കും. ആരൊക്കെ നമ്മളെ സന്ദർശിക്കാൻ വന്നാലും അവരോടൊക്കെ ദേഷ്യഭാവത്തിൽ അല്ലെങ്കിൽ ആ വേദനാജനകമായ ഭാവത്തോടുമായിരിക്കും നമ്മൾ അവരെയൊക്കെ സ്വീകരിക്കുക. അതേസമയം ഭീഷ്മ പിതാമഹൻ ആയിരക്കണക്കിന് കൂരമ്പുകൾ ശരീരത്തിൽ ഏറ്റുകൊണ്ട് അങ്ങനെ ശരശയ്യയിൽ കിടക്കുന്ന അവസ്ഥയിൽ പോലും തൻ്റെ പഞ്ചപാണ്ഡവരുടെ ആയിട്ടുള്ള രാജകീയ സുഖസൗകര്യത്തിൽ വരുന്ന കണ്ടപ്പോൾ അതീവ സന്തുഷ്ടനായതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്രകാരം ഭീഷ്മ പിതാമഹൻ ഭഗവാനെ നേരിൽ ദർശിച്ച്, പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ ഇംഗിതം മനസ്സിലാക്കിയിട്ട് 400 ഫോം വിഷ്ണു രൂപമാണ് ദർശനത്തിനായിട്ട് കൊടുത്തത് ഭീഷ്മ പിതാമഹന്. അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത കളയവരം. ആ സമയത്ത് ഭഗവാൻ രണ്ട് ഹാൻഡുള്ള കൃഷ്ണരൂപം മാറിയിട്ട് 400 ഫോമുള്ള വിഷ്ണു രൂപം ഭീഷ്മ പിതാമഹന് കാണിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ഭീഷ്മ പിതാമഹൻ ചൊല്ലാനിടയായതും കീർത്തിക്കാനിടയായതും. വിഷ്ണു സഹസ്രനാമം ചൊല്ലി കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചപാണ്ഡവരിൽ സഹദേവൻ അത് ഗൃഹസ്ഥമാക്കുകയും പിന്നീട് അത് നമുക്കായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതെല്ലാം ഇന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത് ഭീഷ്മ പിതാമഹനാണ്. അത് സഹദേവനിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയതും. അപ്പോൾ ഭഗവാനെ വിഷ്ണു ഫാമിലി ഇങ്ങനെ കീർത്തിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ മുന്നിൽ 400 ഫോമില് പ്രത്യക്ഷീഭവിച്ചു. വന്നത് കൃഷ്ണനായിട്ട് തന്നെയാണ്, പക്ഷെ ആത്മാവ് വേർപെടുന്ന സമയത്ത് വിഷ്ണു ഫോം കാണിച്ചു കൊടുത്തു. അങ്ങനെ വൈകുണ്ഠലോക പ്രാപ്തിക്കുള്ള എല്ലാ സാഹചര്യവും ഭഗവാൻ ഭീഷ്മദേവന് ഉണ്ടാക്കി കൊടുക്കുകയും ആ ദേഹവിയോഗം സംഭവിച്ച സമയത്ത് ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഭഗവാനിലേക്ക് പോയത് സമയത്ത്, അല്ലെങ്കിൽ വൈകുണ്ഠധാമ പ്രവേശനത്തിലേക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായതായി പറയുന്നു. കാരണം അവർക്കെല്ലാം സഹിക്കാനാവാത്ത വേർപാടാണ് ഭീഷ്മ പിതാമഹന്റെ വേർപാട്. കാരണം ചെറിയ നാള് മുതൽ, കുട്ടിക്കാലം മുതല് പാണ്ഡുവിന്റെ വിയോഗത്തെ തുടർന്ന് കുന്തിമാതയും ഈ 5 കുട്ടികളും ഭീഷ്മ പിതാമഹന്റെ ഒരൊറ്റ ആശ്രയത്തിലാണ്, ആ ഒരു തണലിലാണ് അവരവിടെ കൗരവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായത്. ആ കൗരവര് 101 പേരും പഞ്ചപാണ്ഡവരെ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിക്കും. അവിടെയെല്ലാം അവർക്ക് സംരക്ഷകനായിട്ടും ഒരു അച്ഛന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വല്യച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഭീഷ്മ പിതാമഹൻ അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തിരുന്നു. അദ്ദേഹം മാത്രമല്ല വിതുരർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ധർമ്മദേവനാണ്, യമനാണ്. ആ യമദേവൻ അല്ലെങ്കിൽ ധർമ്മദേവന് പോലും ധർമ്മത്തിന്റെ ഭാഗത്തെ നിൽക്കാൻ പറ്റും. അപ്പൊ അധർമ്മികളുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും പാണ്ഡവരുടെ പക്ഷത്ത് തന്നെയായിരുന്നു വിതുരറും. അപ്പൊ ഭീഷ്മ പിതാമഹന്റെയും വിതുരരുടെയും സംരക്ഷണയിലാണ് ഈ കുട്ടികൾ വളർന്ന് വലിയ യോദ്ധാക്കളായി മാറിയത്. അപ്പൊ അതെല്ലാം കുന്തിമാതയ്ക്കും പഞ്ചപാണ്ഡവർക്കും നന്നായി അത് ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അപ്രകാരം അവര് ഭീഷ്മ പിതാമഹന്റെ ദേഹവിയോഗം അവർക്ക് സഹിക്കാവുന്നതിന്റെയും അപ്പുറമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ചത് കൊണ്ട് അർജുനന് അനിവാര്യമായിട്ടുള്ള ആ ദേഹവിയോഗത്തെ താങ്ങാൻ സാധിച്ചു എങ്കിലും എല്ലാവർക്കും ഒപ്പം അർജുനനും സങ്കടം സഹിക്കാൻ വയ്യാതെ വിഷമിക്കുന്ന ഒരവസ്ഥയും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഭീഷ്മ പിതാമഹന്റെ ദേഹവിയോഗത്തിന് ശേഷം ചിതയിലേക്ക് എടുത്ത് വയ്ക്കുകയും എല്ലാ വൈദിക ആചാരപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും ശേഷം എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക് മടങ്ങി പോവുകയും ചെയ്തതായിട്ട് കഴിഞ്ഞ ശ്ലോകം വരെ നമുക്ക് മനസ്സിലാക്കാം. ഈ ശ്ലോകത്തിൽ പറയുന്നത് ദുര്യോധനന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും മാതാപിതാക്കളായ ഗാന്ധാരിയും ധൃതരാഷ്ട്രം മഹാരാജാവ് യുധിഷ്ഠിരന്റെ വലിയമ്മയും വലിയച്ഛനുമാണ്. കുരുക്ഷേത്ര യുദ്ധാനന്തരം വിശ്രുത ദമ്പതികളായ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും അവരുടെ പുത്രപൗത്രന്മാരെ എല്ലാം നഷ്ടപ്പെടുകയാൽ മഹാരാജാവ് യുധിഷ്ഠിരന്റെ സംരക്ഷണത്തിലായിരുന്നു അവർ കഴിഞ്ഞത്. അപ്പോൾ ഈ 101 മക്കളും നഷ്ടപ്പെട്ടിട്ടും ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും വീണ്ടും രാജകൊട്ടാരത്തിൽ തന്നെയാണ് വസിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത്.
മക്കള് പോയി, രാജ്യം പോയി, എല്ലാം പോയി. എങ്കിലും ആ രാജ്യഭരണം ഏറ്റെടുത്ത യുധിഷ്ഠ മഹാരാജാവ് വളരെ ധർമ്മിഷ്ഠനും നീതിമാനും ആയതിനാൽ തന്റെ വല്യച്ഛനെയും വല്യമ്മയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി താമസിപ്പിച്ചതായി ഇവിടെ മനസ്സിലാക്കാം. അത്തരമൊരു വലിയ ജീവഹാനിയാൽ ഉണ്ടായ കഠോര വ്യതയിലാണ് അവർ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും സ്വന്തം മക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ എല്ലാവരും കാലപുരിക്ക് പോയി. അപ്രകാരം ദേഹവിയോഗം സംഭവിച്ച മക്കളുടെ ആ ദുഃഖഭാരത്താൽ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രായോഗികമായി തപസ്വികളുടെ ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടിരുന്നത്. ധൃതരാഷ്ട്രയുടെ വല്യച്ഛനായ ഭീഷ്മദേവന്റെ മരണ വാർത്ത രാജാവിനും രാജ്ഞിക്കും മറ്റൊരു ശക്തമായ ആഘാതമായിരുന്നു. ആകയാൽ മഹാരാജാവ് യുധിഷ്ഠിരനിൽ നിന്നുള്ള സാന്ത്വനം അവർക്ക് ആവശ്യവുമായിരുന്നു. മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ കർത്തവ്യത്തെക്കുറിച്ച് ബോധവാനായിരുന്നതിനാൽ അദ്ദേഹം ഉടൻ തന്നെ കൃഷ്ണ ഭഗവാനോടൊപ്പം തൽസ്ഥാനത്തേക്ക് എത്തുകയും കരുണാർദ്രമായ വാക്കുകളാൽ മരണദുഃഖത്തിലായിരുന്ന ധൃതരാഷ്ട്രരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ഭഗവാനും അപ്രകാരം തന്നെ ചെയ്തു. അപ്പോൾ ധൃതരാഷ്ട്ര ഗാന്ധാരിയെയും യുധിഷ്ഠ മഹാരാജാവ് ബാക്കി പരിവാരങ്ങളല്ല പഞ്ചപാണ്ഡവര് ഭഗവാൻ സഹിതം വന്ന് ആ ഭീഷ്മ പിതാമഹന്റെ ദേഹവിയോഗം പറയുകയുണ്ടായി. അപ്പൊ അത് താങ്ങാനാവുന്നതിനും അപ്പുറം എന്നാണ് എല്ലാവർക്കും. ശരിക്കും ഭീഷ്മ പിതാമഹന് ഇരു കൂട്ടർക്കും വളരെ വേണ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു പക്ഷത്തുള്ളവർക്കും അതീവ ദുഃഖം ഉണ്ടായി. ഇവിടെ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കർണാർദ്രയായ മാതാവിന്റെയും വിശ്വസ്തയായ പത്നിയുടെയും ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ തന്നെയും ഗാന്ധാരി ശക്തിമതിയായ തപസ്വിനിയുമായിരുന്നു. തന്റെ പതിയുടെ അന്ധത ഹേതുവായി ഗാന്ധാരി സ്വമേധയ കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നു. ഒരു പത്നിയുടെ കർത്തവ്യം പതിയെ 100% അനുഗമിക്കുകയാകുന്നു. തന്റെ പതിയുടെ നിരന്തരമായ അന്ധതയിൽ പോലും അദ്ദേഹത്തെ അനുഗമിക്കുന്ന വിധം അത്രത്തോളം ഗാന്ധാരി പതിയോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. ആകയാൽ തന്റെ പ്രവൃത്തിയിൽ ഗാന്ധാരി ഒരു മഹാ തപസ്വിനിയുമായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, വിവാഹ ദിവസം തന്നെ തന്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തതിനാൽ തനിക്കും കാഴ്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരിയും സ്വന്തം കണ്ണുകളെ മൂടിക്കെട്ടുകയാണ് ഉണ്ടായത്. അതിനുശേഷം 101 പുത്രന്മാരുണ്ടായെങ്കിലും 100 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായെങ്കിലും ആ പുത്രന്മാരെ നേർവഴിക്ക് നയിക്കാനുള്ള കാഴ്ച ഗാന്ധാരിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. രണ്ടിൽ ഒരാൾക്കെങ്കിലും കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പുത്രന്മാർ അധർമ്മ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ പാണ്ഡവരെ ദ്രോഹിക്കുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതിൽ നിന്ന് ചെറുപ്പത്തിലെ അവരെ വിലക്കാനും സാധിക്കുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങളായി നമ്മൾ കണക്കാക്കിയാൽ ഗാന്ധാരിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് തന്നെ ഇതെല്ലാം സംഭവിക്കാൻ നിമിത്തമാണ് എന്നതാണ് സാരം. സോ ഗാന്ധാരി സ്വന്തം കണ്ണുകളെ മൂടിക്കെട്ടി സ്വന്തം ഭർത്താവിന്റെ ഓരോ ചുവടുവയ്പിലും അനുഗമിച്ചിരുന്ന മഹാ തപസ്വിനിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല അവര് ആ തപശക്തിയുടെ ഫലമായിട്ടാണ് സ്വന്തം പുത്രന് ദുര്യോധനന് ശരീരമാസകലം തീക്ഷ്ണമായ ശക്തി ആവാഹിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. തൻ്റെ കണ്ണുകളിലൂടെ ഒരൊറ്റ ദർശനം മാത്രമേ തന്നെ അതീവ ശക്തി ആ ദുര്യോധനന് സ്വന്തം പുത്രന് പകർന്നു നൽകാൻ ഗാന്ധാരിക്ക് സാധിച്ചത് ഈ തപസ്സിന്റെ ശക്തി കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ സന്ദർഭവശാൽ ഭഗവാൻ അവിടെയും ഇടപെട്ടത് കൊണ്ട് തൊടയുടെ ഭാഗം അരഭാഗം മാത്രം നാണം മറയ്ക്കുന്ന വിധത്തിൽ ഇലകൾ വെച്ച് കവർ ചെയ്തിട്ടാണ് സ്വന്തം അമ്മയുടെ മുന്നില് ദുര്യോധനനെ പ്രസന്റ് ചെയ്തത്. അപ്പൊ തന്നെ അത്രയും ഭാഗം ദുർബലമായി മാറുകയും യുദ്ധസമയത്ത് ഭീമന് ഭഗവാൻ തന്റെ തൊട തട്ടി കാണിച്ചു കൊടുക്കും. അവിടെ അടിച്ചാല് മരിക്കുള്ളൂ എന്ന് സൂചന കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭീമൻ തന്റെ ഗദ കൊണ്ട് ദുര്യോധനന്റെ തൊടയിൽ അടിക്കുകയും അങ്ങനെ അവിടെ പൊട്ടി പിളർന്നിട്ടാണ് ദുര്യോധനന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്രകാരം വളരെയധികം തപശക്തിയുള്ള ഒരു സ്ത്രീയായിട്ട് പതിവ്രത ആയിട്ടാണ് ഗാന്ധാരിയെ ഇവിടെ സൂചിപ്പിക്കുന്നത്. തൻ്റെ നിരന്തരമായ പതിയുടെ നിരന്തരമായ അന്ധതയിൽ പോലും അദ്ദേഹത്തെ അനുഗമിക്കുന്ന വിധം അത്രത്തോളം ഗാന്ധാരി പതിയോട് വിശ്വസ്തത പുലർത്തിയിരുന്നു എന്നും ഇവിടെ പറയുന്നു. അങ്ങനെ കർണാടകയായ മാതാവിന്റെയും വിശ്വസ്തയായ പത്നിയുടെയും ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ തന്നെയും ഗാന്ധാരി ശക്തിമതിയായ തപസ്വിയുമായിരുന്നു. തന്റെ പതിയുടെ അന്ധത ഹേതുവായി ഗാന്ധാരി സ്വമേധയാ കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നു. ഒരു പത്നിയുടെ കർത്തവ്യം പതിയെ 100% അനുഗമിക്കുകയാകുന്നു. തന്റെ പതിയുടെ നിരന്തരമായ അന്ധതയിൽ പോലും അദ്ദേഹത്തെ അനുഗമിക്കുന്ന വിധം അത്രത്തോളം ഗാന്ധാരി
പതിയോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. ഇന്നത്തെ മോഡേൺ യുഗത്തില് പത്നിയും ഒരേ തുല്യത അവകാശപ്പെടുകയും ഭർത്താവിനുള്ള എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളും ഭാര്യയ്ക്കും വേണമെന്ന് വാദിക്കുകയും ഒരു പക്ഷേ ഭർത്താവിനേക്കാൾ അധികാരം തനിക്കാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമെന്നാണ് വ്യാസദേവൻ പോലും പറയുന്നത്. കലിയുഗത്തിൽ ഇങ്ങനെ സംഭവിക്കത്രേ. അതായത് സ്ത്രീകൾക്ക് ധൈര്യവും ശക്തിയും കൂടി വരികയും പുരുഷന്മാർക്ക് ധൈര്യവും ശക്തിയും കുറഞ്ഞു വരികയും പതിയെ പതിയെ പുരുഷന്മാരുടെ ശക്തി ക്ഷയിക്കുകയും സ്ത്രീകളുടെ ശക്തി കൂടിക്കൂടി വരികയും ചെയ്യും കലിയുഗത്തിന്റെ അന്ത്യത്തോട് അടുക്കുമ്പോൾ എന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോഴേ കണ്ടു തുടങ്ങിയിരിക്കുന്നു അങ്ങും ഇങ്ങും ഒക്കെ. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ കാലഘട്ടം ഓർക്കുമ്പോൾ ഇത് ദ്വാപര യുഗത്തിലെ അവസാന സമയത്ത്, കലിയുഗത്തിന്റെ ആരംഭം പോലും ആയിട്ടില്ലാത്ത സമയത്തുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ പ്രവൃത്തിയിൽ ഗാന്ധാരി ഒരു മഹാ തപസ്വിയായിരുന്നു. അതിനു പുറമെ തൻ്റെ 100 പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും ഒന്നടങ്കമുള്ള വിധത്തിലുണ്ടായ ആഘാതം സഹിക്കുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും താങ്ങാവുന്നതിലധികമാകുന്നു. 100 പുത്രന്മാരും മരിച്ചു വീണു, ദുശ്ശലയുടെ ഭർത്താവ് ഉൾപ്പെടെ മരിച്ചു വീഴുമ്പോൾ അവർക്ക് അത് ഒരു സാധാരണ സ്ത്രീക്കാണെങ്കിൽ അത് സഹിക്കാവുന്നതിൻ്റെയും അപ്പുറമാണ്. അവരപ്പോൾ തന്നെ മോഹാലസ്യപ്പെട്ട് അപ്പോൾ തന്നെ മരണം വരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ മഹാതപസ്വിയും അങ്ങേറ്റത്തെ പതിവ്രതയും ആയതുകൊണ്ടാണ് അവർക്കത് ആ ദുഃഖം താങ്ങാനായത് എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ആ ദുഃഖത്തിന്റെ ഹേതുവായ ഭഗവാനെ അവരെ അങ്ങേറ്റം ശപിക്കുകയും ചെയ്തു. ശാപവാക്കുകളാൽ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭഗവാൻ അതും പുഷ്പങ്ങൾ വന്ന് ദേഹത്ത് പതിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ, ഒരു ഭക്തന്റെ വായിൽ നിന്ന് വരുന്ന ഗ്ലോറിഫിക്കേഷൻ എപ്രകാരമാണോ ഭഗവാനെ സന്തോഷമാക്കുന്നത്, അതുപോലെ ഗാന്ധാരിയുടെ ശാപവാക്കുകളെയും അദ്ദേഹം തൻ്റെ കർണപുടങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു ചെറു പുഞ്ചിരിയോടുകൂടി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഭഗവാൻ പറയാണ്, അല്ലയോ അമ്മേ, മാതാവേ, അങ്ങയുടെ എല്ലാ വാക്കുകളും ഞാൻ ശിരസാ സ്വീകരിക്കുന്നു. അമ്മയുടെ ആഗ്രഹം പോലെ അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ശാപവാക്കുകൾ ഓരോന്നും ഞാൻ എനിക്കുള്ള ആദരമായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതിലമ്മ വിഷമിക്കുകയേ വേണ്ട. തീർച്ചയായിട്ടും അമ്മയുടെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും എന്നൊരു വാക്കും ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ ദ്വാപര യുഗം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാന്റെ കുലം ഒന്നാകെ നശിപ്പിക്കുകയും അവസാനം ഭഗവാൻ ഈ ഇഹലോകവാസം വെടിഞ്ഞ് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തത് ഗാന്ധാരിക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്ന വിധത്തിലും ആയിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിലും വ്യക്തി വൈശിഷ്ട്യത്തിൽ ഭീഷ്മദേവനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല ഗാന്ധാരി. അവരിരുവരും മഹാഭാരതത്തിലെ സ്തുത്യർഹമായ വ്യക്തിത്വങ്ങളുമാണ് എന്ന് നമ്മൾ ഓർക്കണം എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദം പറയുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാൻ പറ്റുമോ മാതാജി? എന്താണ് അവസ്ഥ? ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ മാതാജി. ഹരിബോൽ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് വേദങ്ങളിലൂടെ ഇമ്പോർട്ടൻസും അതേസമയം ഭാഗവത ധർമ്മം പാലിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഭീഷ്മ പിതാമഹന്റെ ജീവിതത്തിൻ്റെ ത്യാഗവും അതുപോലെ യുധിഷ്ഠ മഹാരാജാവിൻ്റെ രാജ്യഭരണവും അതിനെപ്പറ്റി വിവരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈദിക ആചാരപ്രകാരം, വേദവിധി പ്രകാരം ജീവിച്ചു വന്ന അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ നിറവേറ്റി വന്നവരാണ് ക്ഷത്രിയർ. സാധാരണ എല്ലാ മനുഷ്യരും വേദങ്ങൾ അനുസരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. അപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ ധർമ്മ അർത്ഥ കാമ മോക്ഷ, അങ്ങനെ മോക്ഷം നേടാനും ആവുകയുള്ളൂ. പക്ഷേ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് വ്യാസദേവൻ എല്ലാ വേദങ്ങളും രചിച്ചു കഴിഞ്ഞു. അതായത് ഉപനിഷത്തുകളെല്ലാം രചിച്ചു. ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന 33 കോടി ദേവീ ദേവന്മാരുടെ സെപ്പറേറ്റ് ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ ആരാധന ക്രമം എങ്ങനെയാണ്, മന്ത്രം എന്താണ് ചൊല്ലേണ്ടത്, വേഷവിധാനം എങ്ങനെയായിരിക്കണം, അങ്ങനെ വർണ്ണിക്കുന്നതാണ് ഉപനിഷത്തുകൾ. അപ്പോൾ ഉപനിഷത്തുകൾ യഥാർത്ഥത്തിൽ 33 കോടി ദേവീ ദേവന്മാർക്കും പ്രത്യേകം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ അത് അവൈലബിൾ ആയിരുന്നു. ദ്വാപരയുഗം വന്നപ്പോൾ ഇതെല്ലാം ക്ഷയിച്ചു പോയി, അല്ലെങ്കിൽ നാമാവിശേഷമായി ഇല്ലാണ്ടായി.
അത് തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് പറയുന്നുണ്ടല്ലോ, ഏവം പരമ്പര പ്രാപ്തം ഇമം രാജർഷയോ വിദു. അപ്പൊ സകാലേന മഹതോ യോഗോ നഷ്ട പരന്തപ. അപ്പൊ ആ കാലക്രമേണ ഇതെല്ലാം നഷ്ടപ്പെടും. ശരിക്കും ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ഈ കൃഷ്ണാവബോധം തന്നെ കലിയുഗത്തിന്റെ ആദ്യത്തെ 10,000 വർഷം കഴിയുന്നതോടുകൂടി കൃഷ്ണാവബോധ പ്രസ്ഥാനം തന്നെ ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കിപ്പോ തന്നെ ആലോചിച്ചാൽ അറിയാം, ശ്രീല പ്രഭുപാദ് പോകുന്നതിന് മുന്നേ 12 ഗുരുജനങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടാണ് പോയത്. തന്റെ ശിഷ്യന്മാരിൽ നിന്നും ഏറ്റവും യോഗ്യരായിട്ടുള്ള 12 പേരെ ഗുരുസ്ഥാനത്ത് അവരോധിച്ചിട്ടാണ് അദ്ദേഹം പോയത്, 12 മഹാജനങ്ങളെ പ്രതിനിധീകരിച്ച്. പക്ഷേ ഇപ്പോഴതിൽ തന്നെ 12 പേരിൽ കുറെ പേരെല്ലാം ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞു, ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി കഴിഞ്ഞു. ബാക്കിയുള്ള ഗുരുജനങ്ങള് അവരും ഏകദേശം ആയുസ് അങ്ങനെ കാത്തിരിക്കുകയാണ് അവസാനിപ്പിക്കാനായിട്ട്, ഇഹലോകവാസം വെടിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ പ്രഭുപാദിന്റെ കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ ശിഷ്യന്മാരുടെ കാലഘട്ടവും ഏകദാണ്ട് കഴിയാറായിരിക്കുന്നു. കുറച്ചെങ്കിലും ഭാഗ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇപ്പോൾ അവശേഷിക്കുന്ന ഗുരുജനങ്ങളിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാനായാൽ പ്രഭുപാദിന്റെ തൊട്ടടുത്തുള്ള ശിഷ്യരിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇനിയും അടുത്ത ജന്മം ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത കുറെ വർഷങ്ങൾ കഴിയട്ടെ, എനിക്ക് 19 വയസ്സൊക്കെ ആകട്ടെ എന്നൊക്കെ ചിന്തിച്ച് കഴിയുന്ന ആൾക്കാർക്ക് ഈ ജനറേഷനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അത് കഴിഞ്ഞാൽ ഇവര് അപ്പോയിന്റ് ചെയ്യുന്ന അടുത്ത 4ാമത്തെ ജനറേഷനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കേണ്ടി വരും. അപ്പോ ഓരോ പ്രാവശ്യവും ശ്രീല പ്രഭുപാദിന് ഉണ്ടായിരുന്ന ആ ശക്തി 12 പേരിലേക്ക് പകർന്നു നൽകി. അപ്പോൾ 12-ൽ 1 കുറഞ്ഞു ഓരോ ഗുരുജനങ്ങൾ. ഇപ്പോഴുള്ളവർക്ക് പ്രഭുപാദിന്റെ 12-ൽ 1 ശക്തിയേ ഉള്ളൂ. ഇനി ഇവര് വേണം അടുത്ത ജനറേഷന് ശക്തി പകരാൻ. ആ ശ്രീല പ്രഭുപാദിന്റെ 12-ൽ 1 ശക്തി ഉള്ളതിനെ എത്ര ശിഷ്യന്മാർക്ക് ഗുരുത്വം സ്വീകരിക്കാം എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുവോ അത്രയും ഭാഗിച്ച് കൊടുക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ശക്തി വളരെ ദുർബലമായി പോകും. ആ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്ന ശിഷ്യന്മാർക്ക് അതിനേക്കാളും ദുർബലമായ പവറേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പവറും ശോഷിച്ച് കാലക്രമേണ അതങ്ങ് അവസാനിക്കാനാണ് ചാൻസ്. പക്ഷേ ഭഗവാന്റെ അമ്പലങ്ങളെല്ലാം, നമ്മളിങ്ങനെ വിഗ്രഹാരാധന നടത്തുന്ന ക്ഷേത്രങ്ങളെല്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും, കലിയുഗത്തിന്റെ അന്ത്യം വരെയും നിലനിൽക്കും. പക്ഷേ അത് ആരാധിക്കാൻ അന്ന് ജനങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് സംശയമാണ്. കാരണം ഭക്തന്മാരെല്ലാം ഓൾറെഡി ഇപ്പോ ഈ കലിയുഗത്തിന്റെ ആദ്യത്തെ 10,000 വർഷമാണ് ഗോയിങ് ഓൺ. അല്ല 5,000 6,000 വർഷത്തോളം കഴിഞ്ഞു പോയി. ഇനി വെറും 4,000 വർഷമേ ശേഷിക്കുന്നുള്ളൂ. ഈ 4,000 വർഷത്തില് 1,000 വർഷവും കൂടെ നമുക്ക് കണക്കാക്കിയാൽ തന്നെയും ഇപ്പോൾ ഉള്ള പരമഭക്തന്മാരെല്ലാവരും കാലഗതി പ്രാപിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അങ്ങനെ ശുദ്ധഭക്തരെല്ലാവരും അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന തലമുറയൊക്കെ നമ്മളിൽ നിന്ന് പകർന്നു കിട്ടിയ ജ്ഞാനം മനസ്സിലാക്കി ഭക്തിയുത സേവനം ചെയ്തു വരുന്നവര് വളരെ വളരെ കുറവായി വരും. കാരണം അവർക്ക് ആ തപശക്തി വളരെ കുറഞ്ഞ അളവിലേ അവർക്ക് പകർന്നു നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. നമുക്ക് എത്ര പ്യൂരിറ്റി ഉണ്ട്, അതിന്റെ 10,000-ൽ 1 അംശമേ നമുക്ക് പകർന്നു നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രഭുപാദിനെ കാണുന്ന മാത്രയിൽ പരിശുദ്ധിയാകുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോ നമ്മൾ പിറകെ നടന്ന് മാല ജപിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടൊക്കെ ജപിപ്പിച്ച് എല്ലാ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ അവരുടെ തലയിലേക്ക് കയറ്റാൻ ശ്രമിച്ച് ഇത്രയും കഷ്ടപ്പെട്ടാൽ പോലും ആ പ്രഭുപാദിന്റെ 12-ൽ 1 വീണ്ടും 1000-ൽ 1 ഒക്കെ അംശമേ നമ്മളിലേക്ക് ഉള്ളൂ എന്നതുകൊണ്ട് നമുക്ക് എത്രത്തോളം അവരിലേക്ക് പ്യൂരിറ്റി പകർന്നു നൽകാൻ കഴിയും എന്നുള്ളത് വളരെ ചിന്തനീയമായ കാര്യമാണ്. അപ്പൊ അതുപോലും സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഈ സാധാരണ ആൾക്കാരിലേക്ക് നമുക്ക് എങ്ങനെയാണ് അവരെ പരിവർത്തനം നടത്തി കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധരാക്കാൻ സാധിക്കുക? അത് വളരെ ദുഷ്കരം പിടിച്ച കാര്യമാണ്. എന്നാൽ പോലും ശ്രീല പ്രഭുപാദിന്റെ പുസ്തകങ്ങളിലൂടെ, ബുക്കുകളിലൂടെ നമ്മൾ വിതരണം നടത്തുമ്പോൾ ആ പുസ്തകം ആരുടെയെങ്കിലും കിട്ടിയാൽ നമ്മളിൽ നിന്ന് കിട്ടുന്ന പ്യൂരിറ്റിയേക്കാൾ കൂടുതൽ പ്രഭുപാദിൽ നിന്ന് ഡയറക്റ്റ് ആ പ്യൂരിറ്റി അവരിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുസ്തകം ഇത്രത്തോളം വിതരണം ചെയ്യണം എന്നതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാ ആചാര്യന്മാരും പറയുന്നത്. നമ്മളെക്കാൾ കഴിയാത്തത് പുസ്തകങ്ങളിലൂടെ, പ്രഭുപാദിന്റെ പർപ്പട്ട് എഴുതിയ ബുക്കുകളിലൂടെ. കാരണം ഓരോ വരികൾക്കിടയിലൂടെയും പ്രഭുപാദ് സ്വയം അവർക്ക് പറഞ്ഞു കൊടുക്കും.
മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രഭുപാദിന്റെ പ്യൂരിറ്റി കൊണ്ട് മാത്രം ആ ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതിൽ അഡ്വാൻസ് ആകാൻ സാധിച്ചെന്നിരിക്കും. അതുകൊണ്ടാണ് നിത്യം ഭാഗവത സേവയാന്ന് പറയുന്നത്. നിത്യവും നമ്മൾ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ടിലൂടെ പൊക്കോണ്ടിരിക്കണം. ശരിക്കും ശ്രീല പ്രഭുപാദ് ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ട് നമ്മൾ മാക്സിമം ഇംഗ്ലീഷിലുള്ള പർപ്പട്ട് വായിക്കാൻ വേണം ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ പ്രഭുപാദിന്റെ ആ ഒരു രസം അല്ലെങ്കിൽ ആ ഭാവം നമ്മളിലേക്ക് എത്തുകയും ഉള്ളൂ. മലയാളത്തിലോ മറ്റു ലാംഗ്വേജുകളിലോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വേറെ ആരോഗ്യമാണ്. അപ്പോൾ അവരുടെ പ്യൂരിറ്റിയെ നമ്മളിലേക്ക് എത്തുള്ളൂ. അതേസമയം ഇംഗ്ലീഷിലുള്ള പർപ്പട്ട പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ആദ്യമൊന്നും മനസ്സിലാവില്ലെങ്കിൽ പോലും അതിലൂടെ പോയാൽ മതി. വായിച്ച് വായിച്ച് വരുമ്പോൾ തനിയെ നമുക്കത് ഭഗവാൻ സ്വയമേവ വിസ്ഫുരത്യത എന്ന് പറയുന്നത് പോലെ സ്വയം ഭഗവാൻ അത് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ പ്രഭുപാദിന്റെ കൃപ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനും ആദ്യം ഇംഗ്ലീഷിലുള്ള ഭാഗവതം തന്നെയാണ് കംപ്ലീറ്റ് പഠിച്ചത്. അതിനുശേഷമാണ് മലയാളം ഭാഗവതത്തിലൂടെ പ്രീച്ച് ചെയ്യാനും തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പ്രഭുപാദ് എന്താണോ ഉദ്ദേശിച്ചത് അത് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ട് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ ഇംഗ്ലീഷിൽ എനിക്ക് യാതൊരു പ്രാവീണ്യവും ഇല്ല. ഞാൻ മലയാളം മീഡിയത്തിലാണ് സ്കൂളിലൊക്കെ പഠിച്ചത്. കോളേജ് മാത്രം ഇംഗ്ലീഷിൽ പഠിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രാഗൽഭ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പ്രഭുപാദിന്റെ പർപ്പട്ടിലൂടെ പോകുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതായിട്ട് ബോധ്യമാവും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രാർത്ഥനയോട് കൂടി അപ്രോച്ച് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ ശ്രീല പ്രഭുപാദിന്റെ ബുക്കുകളിലൂടെ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ അമ്പലത്തിൽ തന്നെ അതിനൊരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. എല്ലാവരും മാക്സിമം ആൾക്കാർ പറ്റുന്നവർ പല ഫോളൻ സോളിനും കൊണ്ട് എത്തിക്കുക. അവർ വായിച്ചില്ലെങ്കിൽ പോലും അവരുടെ കൈകളിൽ എത്തിയാൽ തന്നെ അത് പുണ്യവരാണ്. അങ്ങനെ നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അതിൽ പരം മഹത്വരം വേറൊന്നുമില്ല. കലിയുഗത്തിൽ നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം നമ്മൾ പ്രഭുപാദിന്റെ ബുക്കുകൾ എല്ലാവരിലെയും എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മൾ പ്രഭുപാദിന്റെ പർപ്പട്ടിലൂടെ പോകാൻ ശ്രമിക്കുക. ഓരോ വാക്കിലും ഓരോ വരികളിലും നമ്മൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രഭുപാദ് പറഞ്ഞു തരുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ ഭാഗവതം എന്നല്ല ഏതൊരു ബുക്കും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹരിബോൽ, ഹരേ കൃഷ്ണ. നമുക്ക് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി.